ആകാശത്തൊരാഘോഷം, അതും നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ. ഞങ്ങളുടെ കനേഡിയൻ മൈഗ്രേഷന്റെ കഥ കേട്ട ആർക്കും അതിനു വേണ്ടിയിട്ട് നമ്മുടെ നീനൂസ് എടുത്ത റിസ്കി ഡിസിഷൻസിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവൂലേ? അപ്പൊ പിന്നെ അതിന്റെ 10ാമത്തെ വാർഷികം ആഘോഷിക്കാൻ അമ്പിളിയമ്മാവനെ പിടിച്ചുകൊണ്ട് വാന്നവള് പറഞ്ഞാലും അത് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ. പക്ഷെ എൻ്റെ പോക്കറ്റിന്റെ വലുപ്പത്തെക്കുറിച്ച് ഈ ലോകത്ത് മറ്റാരേക്കാളും ബോധ്യമുള്ളത് കൊണ്ടാവാം പുറത്തുനിന്ന് ഒരു ഡിന്നർ എന്നതിൻ്റെ മുകളിലായിട്ട് അവളൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. റൈറ്റ് ടൈമിൽ ഒരു ദേവദൂതനെ പോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാളുടെ ഇമെയിൽ, സെസ്ന 172 നയാഗ്രയുടെ മുകളിൽ കൂടെ പറക്കാൻ പേടിയുണ്ടോന്ന്. പ്രൊഫൈല് നോക്കി, ഫേക്ക് അക്കൗണ്ട് അല്ല, ആൾ ഒറിജിനൽ പൈലറ്റ് തന്നെ. ഇടയ്ക്കിടയ്ക്ക് ടൊറൻറ്റോ ഡൗൺ ടൗണിൻ്റെയും നയാഗ്ര ഫോൾസിൻ്റെ ഒക്കെ മുകളിൽ കൂടെ ചെറുവിമാനം പറപ്പിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഹോബി. 10th ആനിവേഴ്സറിക്ക് നീനൂസിനെ സർപ്രൈസ് ചെയ്യാൻ എന്ത് ചെയ്യുമെന്ന് നോക്കിയിരുന്ന എനിക്ക് കിട്ടിയ ബമ്പർ ലോട്ടറി. പിന്നെ പ്ലാനിങ് ആയി, ഡിസ്കഷൻസ് ആയി, അവസാനം ഒരു കിഡിലൻ ഐഡിയ സെറ്റ് ചെയ്തു. നയാഗ്ര ഫോൾസിൻ്റെ മുകളിൽ കൂടെ ഒരു 2 hours ഫ്ലൈറ്റും കേക്ക് കട്ടിങ്ങും. നീനൂസ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കിഡിലോസ്കി ഐറ്റം. എന്തായാലും പരിപാടി പൊളിച്ചടിക്കുമെന്ന് പറഞ്ഞാൽ പോരെ. പറക്കുന്ന ഒരു പാസഞ്ചർ കാർ പോലെ മേഘങ്ങൾക്കിടക്കൂടെയൊക്കെ തെന്നിയുള്ള ഒരു യാത്ര. ഒരു എയർക്രാഫ്റ്റും കോക്പിറ്റും പിന്നെ ഒരു പൈലറ്റ് തൻ്റെ ഫ്ലൈയിങ് മെഷീൻ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ തൊട്ടടുത്തിരുന്ന് തന്നെ കാണാനും കേൾക്കാനും ഒക്കെ പറ്റിയത് ഞങ്ങളുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. നയാഗ്രയുടെ സൗന്ദര്യത്തെക്കുറിച്ചും ആകാശ കാഴ്ചകളെക്കുറിച്ചും ഒക്കെ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഈ ഒരു എക്സ്പീരിയൻസിന് താല്പര്യമുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൂടി ഇത് ലഭ്യമാക്കാൻ എന്താണ് വഴി എന്ന ചോദ്യത്തിന് ഇൻട്രസ്റ്റ് ഉള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യട്ടെ, എന്തായാലും വർക്കൗട്ട് ആക്കാമെന്നായിരുന്നു പുള്ളിയുടെ മറുപടി. ബൈ ദ വേ, ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ.